ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. മുതലപ്പുഴയിലെ മണൽ നീക്ക പ്രതിസന്ധിയിൽ പൊഴി മുറിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ വൻ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ. പോലീസ് ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തി. ബോട്ടുകൾ നിരത്തിയിട്ടും മനുഷ്യച്ചങ്ങല തീർത്തും പ്രതിഷേധമുണ്ടായി. ദൃശ്യങ്ങളിലേക്ക്. ഇങ്ങോട്ട് വരട്ടെ, എന്നാൽ സംസാരിക്കാം. അതെ അതെ അതെ, കുറച്ച് പേര് വന്നാൽ മതിയല്ലോ, ഞാൻ സംസാരിക്കാം. അതെ, ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ ചർച്ച ചെയ്യും. മുതലപ്പുഴയിലെ മണൽ നീക്ക പ്രതിസന്ധിയിൽ പൊഴി മുറിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ വൻ പ്രതിഷേധം നടത്തുകയാണ് മത്സ്യത്തൊഴിലാളികൾ. പോലീസ് ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായി മത്സ്യത്തൊഴിലാളികൾ മുതലപ്പുഴയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഹാൻസ് ജോണാണ് തത്സമയ വിവരങ്ങൾ നൽകാൻ മുതലപ്പുഴയിൽ നമുക്കൊപ്പം ചേരുന്നത്. ഹാൻസ്, വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളാണ്, ജീവോൽപ്രശ്നങ്ങളാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സാധാരണക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഈ മണൽ അടിഞ്ഞുകൂടുന്ന സമയത്ത്, എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉൾപ്പെടെ പൊഴി മുറിച്ച് താൽക്കാലികമായി ഈ വെള്ളം പാസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ വെള്ളം ഒഴുക്കുണ്ടാകുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതല്ലാതെ സ്ഥിരമായ ഡ്രഡ്ജിങ് ഉണ്ടാകുന്നില്ല. അതുമൂലം തങ്ങളുടെ ജീവിതം ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ദുരിതപൂർവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ഇത്തവണ പൊഴി മുറിച്ചാൽ പോരാ, അത് ഡ്രഡ്ജിങ് തന്നെ നടത്തണം എന്ന ആവശ്യമല്ലേ അവർ ഉന്നയിക്കുന്നത്. അനുകൂലമായ പ്രതികരണം ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ ഹാൻസ്? വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചയ്ക്ക് മന്ത്രി നേരിട്ട് എത്തണം, ഫിഷറീസ് മന്ത്രി നേരിട്ട് എത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചിരിക്കുന്നത്. പോലീസ് ഗോ ബാക്ക് വിളികൾ നടത്തുകയാണ്. പൊഴി മുറിക്കാൻ അനുവദിക്കില്ല, അവിടെ മണൽ വാരി ഡ്രഡ്ജിങ് നടത്തണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. പൊഴി മുറിക്കുന്നത് വീണ്ടും ഈ സമാനമായ സാഹചര്യം ഉണ്ടാക്കുന്നതിനുള്ള അവസരം ഒരുക്കും എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനാകുന്നത്. അതുകൊണ്ട് മുദ്രാവാക്യം വിളികളുമായി അവർ പ്രതിഷേധിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. ഹലോ, മൈക്ക് കേൾക്കാമോ? മൈക്ക് ഓഡിയോ കേൾക്കാമോ? കൈ ഹലോ, സൗണ്ട് കുറയ്ക്കാൻ പറയാൻ. സൈലന്റ് പ്ലീസ്. സംസാരിക്കട്ടെ. ഞാൻ ഹാർബറിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ഇന്നലെ സർക്കാർ
ഞാന് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഈ മാസം 12-ാം തീയതിക്ക് ശേഷം ഈ പൊഴി പൂർണ്ണമായും മൂടി പൂർണ്ണമായും മൂടി ഞാൻ പറഞ്ഞോട്ടെ പൂർണ്ണമായും മൂടിയ ശേഷം ഈ പൊഴി അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പൊ ഞാനിത് 2-3 പ്രാവശ്യം ഇത് പൊഴി മുറിക്കുന്നതിന് വന്നപ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്തിയുണ്ടായി. അങ്ങനെ ഇന്നലെ സർക്കാർ ഒരു തീരുമാനം എടുത്തിരുന്നു. കുറെ ഡ്രഡ്ജിങ് ഈ മണൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കുറെ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ആ തീരുമാനത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു അതിന് ആ തീരുമാനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മണ്ണ് മാറ്റുന്നതിന് നിലവിലുള്ള ട്രജർ പോരാത്തത് കൊണ്ട് 10 ദിവസത്തിനകത്ത് ഇവിടെ ഒരു വലിയ ട്രജർ എത്തിക്കാൻ ട്രജറെ എത്തിക്കാന്നുള്ളത് രണ്ട് ആ ഡ്രഡ്ജിംഗ് പ്രവൃത്തി ഇന്നിപ്പോ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇന്ന് ഇവിടെ പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന പൊടി മുറിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് വന്നത്. നിങ്ങളുടെ പ്രതിഷേധം നിങ്ങളുടെ പ്രതിഷേധം കണ്ടിട്ട് നിങ്ങളുടെ പ്രതിഷേധം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ പ്രതിഷേധം എന്താണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാല് നമ്മുടെ യാനങ്ങൾ കടലിൽ പോകുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. അതിന് സൗകര്യമില്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ നിൽക്കില്ല. അതും എനിക്ക് മനസ്സിലായി. ഞാനിവിടെ വന്ന് ഇത്രയും പ്രതിഷേധം കണ്ടപ്പോൾ ഞാനിവിടെ കുറെ നാളോടെ വരുന്ന ആളെ എല്ലാവരും നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ ഈ പൊഴി മുറിക്കുന്നത് നിങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് കായലിൽ നിന്നുള്ള വെള്ളം പോകുന്നതിന് മാത്രമായിട്ട് പൊഴിക്കുന്നു എന്നുള്ളതാണ്. അതല്ല, ഞാൻ പറയട്ടെ. അപ്പൊ അതിന് നമുക്ക് ഇന്ന് നിങ്ങളുടെ ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഇന്നിപ്പോ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കുന്നത് പൊഴി നമ്മൾ മുറിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വീതിയും ആവശ്യത്തിന് ഡെപ്തും ഇട്ട് വലിയ വള്ളങ്ങൾ പോകുന്ന രീതിയിൽ തന്നെ ചെയ്യാം. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളെ എനിക്കൊരു 4 ദിവസം ഞാൻ പറഞ്ഞോട്ടെ. ഒരു 4 ദിവസം തരാമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ എനിക്കൊരു 4 ദിവസം തരാമെങ്കിൽ ഞാൻ ഈ പൊഴി മുറിക്കുന്നത് വലിയ വള്ളങ്ങൾക്ക് പോകുന്ന രീതിയിൽ ആവശ്യത്തിന് താഴ്ച 3 മീറ്റർ താഴ്ചയും ഇട്ട് ഞാൻ ഈ പൊഴി മുറിച്ച് 4 ദിവസം കൊണ്ട് തരാം. വള്ളങ്ങൾക്ക് പോവാം 4 ദിവസം. ഞാൻ പറയട്ടെ. നിങ്ങളെ ഈ 4 ദിവസം എനിക്ക് തരാമെങ്കിൽ 4 ദിവസം കൊണ്ട് ഈ പൊഴി മുറിക്കുന്നത് കായലിലെ വെള്ളം ഒഴിപ്പാനല്ല, നിങ്ങളുടെ വള്ളങ്ങള് വലിയ വള്ളം ഉൾപ്പെടെ പോകുന്ന രീതിയിൽ സജ്ജമാക്കാം. ഒന്ന്, നമ്മളെ പൊഴി മുറിക്കുന്നത് ഹിറ്റാച്ചി മാത്രമല്ല ഡ്രഡ്ജർ കൂടെ ഉപയോഗിച്ചാണ് മുറിക്കുന്നത്. ഇത് മുറിക്കുമ്പോ നിങ്ങളുടെ എല്ലാ വള്ളങ്ങളും ഓക്കെ. നിങ്ങൾക്ക് പറയാനുള്ളത് നേതാക്കന്മാർ പറയാം. ഞാൻ സംസാരിച്ചപ്പാ കായലിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടി മാത്രം പൊഴി മുറിക്കുന്നത് അനുവദിക്കാനാകില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന നിലപാട്. വന്നില്ല, പണി തുടങ്ങിയില്ല. ഇനിയും പറയാൻ 4 ദിവസം. ഈ 4 ദിവസം ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഈ 4 ദിവസം ഞങ്ങളെ മക്കളെ പട്ടിണിയിലാണ്. ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഞങ്ങളെ മത്സ്യത്തൊഴിലാളി പറഞ്ഞ കേൾക്കാൻ 2 മാസം പട്ടിണിയാണ്. 2 മാസമായി പട്ടിണിയാണ്. ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലെന്ന് മുതലപ്പുഴയിൽ വലിയ പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കായലിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടി മാത്രം പൊടി മുറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ള ആരോപണമാണ് മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. പക്ഷേ ആ അർത്ഥത്തിൽ അല്ല. 4 ദിവസം സമയം കൂടി ഇനി അനുവദിച്ചാൽ, 10 ദിവസം സമയം നൽകി ഇനി 4 ദിവസം കൂടി സമയം അനുവദിച്ചാൽ
വിശദമായ രീതിയിൽ, അതായത് വലിയ വള്ളങ്ങൾ ഉൾപ്പെടെ ഇറക്കാനാവുന്ന വിധത്തിൽ പൊഴി മുറിച്ചു നൽകാം, മണൽ മാറ്റി നൽകാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാകുന്നില്ല മത്സ്യത്തൊഴിലാളികൾ. കാരണം മുൻപും ഈ വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും, ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും തങ്ങൾക്ക് അനുകൂലമായ നടപടിയല്ല, അത് കായലിലെ വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി മാത്രമുള്ള നടപടിയാണ് ഫിഷറീസ് വകുപ്പ് സ്വീകരിച്ചത്. അതുകൊണ്ട് വിശ്വാസമില്ല എന്ന നിലപാടാണ്, ഈ 4 ദിവസം നൽകാനാകില്ല എന്ന നിലപാടാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ സ്വീകരിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധ കടൽ ഇരമ്പുകയാണ് മുതലപ്പുഴയിൽ.